ചെനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ്. സിയാൽകോട്ട് അടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ്. അതിനിടെ ഇനി ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് പ്രൈം ടൈമിൽ. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? SKN ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ എടുത്ത കടുത്ത നടപടികളിൽ ആദ്യത്തേതായിരുന്നു സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാനുള്ള തീരുമാനം. ഇതോടുകൂടി പാകിസ്ഥാന് ദീർഘകാലത്തേക്ക് തന്നെ കനത്ത തിരിച്ചടി ഇതിലൂടെ ഉണ്ടാകും എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ പാകിസ്ഥാന് അത് വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് പിന്നീട് വ്യക്തമായി. അതിന്റെ തുടർച്ചയായുള്ള നടപടിയാണ് കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി അടച്ചിട്ടിരുന്ന ചെനാബ് നദിയിലെ വെള്ളം ഇന്ത്യ തുറന്നുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കരാർ റദ്ദാക്കിയതിലൂടെ കൂടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്നുള്ളത് ഈ നദിയിലെ ജലം തുറന്നുവിടുന്നതോ അടയ്ക്കുന്നതോ ആയി ബന്ധപ്പെട്ടുള്ള യാതൊരു ആശയവിനിമയവും പാകിസ്ഥാന് നടത്താൻ ഇന്ത്യക്ക് ബാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലുള്ള ഡാമിലെ വെള്ളം അത് ഇന്ത്യക്ക് തോന്നുന്ന സമയത്ത് തുറന്നുവിടാം, തോന്നുന്ന സമയത്ത് അടയ്ക്കാം എന്നുള്ള സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നതും. ഇത് പാകിസ്ഥാന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ചെനാബ് നദിയിലെ വെള്ളം 24 മണിക്കൂറിലേറെ അടച്ചിട്ട ശേഷം ആ ഭാഗത്ത് വരൾച്ച ബാധിച്ചിരുന്നു മണിക്കൂറുകൾ കൊണ്ട് തന്നെ. അതിനുശേഷം തുറന്നുവിടുകയായിരുന്നു. ഇത് പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് ഒരു പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയിൽ, പ്രത്യേകിച്ച് സിയാൽകോട്ട് മേഖലയിൽ ഈ ചെനാബ് നദി ഒഴുകുന്ന തീരങ്ങളിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അടക്കമുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടാതെ പോലീസ് അടക്കമുള്ള മറ്റ് രക്ഷാ ഏജൻസികൾക്കും ഈ മേഖലയിൽ ശ്രദ്ധ പുലർത്തണം എന്നും നദീതീരത്ത് പോകാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു. അതേസമയം ഇന്ത്യയിലെ ജലം അത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാൻ ഉള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചതിന്റെ തുടർ നടപടികളും രാജ്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സൈനിക അഭ്യാസം അടക്കമുള്ള നടപടികളിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിർത്തിയിലും കനത്ത ജാഗ്രത തന്നെ പുലർത്തുന്നു. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിൽ സൈനിക വിന്യാസം പൂർത്തിയായിരിക്കുകയാണ്. കനത്ത ജാഗ്രത സൈന്യം പുലർത്തുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി പ്രകോപനവും ഉണ്ടാകുന്നു. കഴിഞ്ഞ രാത്രിയിലും ഇന്ത്യയുടെ 8 പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിയുതിർത്തു. അതിന് തക്കതായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.